കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നാമനാരെന്ന തർക്കത്തിന് വഴിവെച്ച് മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ചെന്നിത്തലയെ ക്ഷണിച്ച വിവാദം ചർച്ചയാകുന്നു. ചെന്നിത്തലയെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയതും സതീശന് തിരിച്ചടിയായി. സംഭവത്തിൽ ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വി.ഡി. സതീശന്റെ പുതിയ തന്ത്രം. രമേശ് ചെന്നിത്തലയെ NSS പരിപാടിയിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമെന്ന് വി.ഡി. സതീശൻ പ്രതികരിച്ചു. നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നൃപൻ, രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയതുകൊണ്ട് വി.ഡി. സതീശന് ഈ ഏറ്റ തിരിച്ചടി പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന് വിലയിരുത്താൻ കഴിയില്ലല്ലോ. കാരണം മുൻപ് തന്നെ NSSുമായിട്ടുള്ള തർക്കങ്ങൾ പരസ്യമായി തന്നെ വിമർശിക്കപ്പെട്ടതാണ്. കോൺഗ്രസിന്റെ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ ഒരു ചേരിയും മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും അടക്കം മറുചേരിയിലേക്ക് നിലയുറപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ വി.ഡി. സതീശൻ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് പുറത്തു നിന്ന് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തരത്തിലുള്ള സ്വീകാര്യത ഏറുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അത് NSS ആസ്ഥാനത്ത് മുഖ്യപ്രഭാഷകനായി രമേശ് ചെന്നിത്തല ക്ഷണിക്കപ്പെട്ടു എന്നതാണ്. ഒപ്പം തന്നെ SNDPയുടെ വലിയ തരത്തിലുള്ള പിന്തുണ കൂടി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ലഭിച്ചു. സമീപകാല രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ ഒന്നാമൻ ആര് എന്ന വിവാദത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തരമായ നിരവധി തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾക്കിടയിലാണ് ഈ NSSന്റെ വലിയ തരത്തിലുള്ള ഒരു പിന്തുണയിലേക്ക് രമേശ് ചെന്നിത്തല വരുന്നത്. അതിനൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായി പിന്തുണച്ചു എന്ന് മാത്രമല്ല ഭാവിയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് പറയുന്നു. മാത്രമല്ല വി.ഡി. സതീശൻ അദ്ദേഹം പൂർണ്ണമായി തള്ളി പറയുക കൂടി ചെയ്തു. രമേശന് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. ഉയർന്നു വന്ന വിവാദം ഏതായാലും തനിക്ക് എതിരാണ് എന്ന കാര്യം വി.ഡി. സതീശൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിവാദം കൂടുതൽ മുന്നോട്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. സാധാരണ എല്ലാ വിഷയങ്ങളിലും വളരെ സെൻസിറ്റീവായി വളരെ പെട്ടെന്ന് ക്ഷുഭിതനായി വളരെ കർക്കശത്തോടുകൂടി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ ഒരു അയഞ്ഞ സമീപനമാണ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അത് ഈ രമേശ് ചെന്നിത്തലയെയും ഒപ്പം തന്നെ ഈ സാമുദായിക സംഘടനകളെയും തലോടി കൂടുതൽ പ്രകോപനത്തിന് പോകാതെ ിക്കാനുള്ള ഒരു തന്ത്രം കൂടി വി.ഡി. സതീശൻ പയറ്റുന്നുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് അത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ് എന്ന ഒരു വിശദീകരണം നൽകി അത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. മറ്റൊന്ന്, വലിയ തരത്തിൽ പ്രകോപനം SNDPയുടെ ഭാഗത്ത് നിന്ന് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് പോലും തിരിച്ചൊരു പ്രകോപനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ സാമുദായിക പിന്തുണ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരുന്നതിനെ വി.ഡി. സതീശൻ ഭയക്കുന്നുണ്ട്. അതാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വി.ഡി. സതീശന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു, ഇതിനു മുമ്പ് K മുരളീധരനെ വിളിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിനകത്ത് സന്തോഷം. സമീപകാല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നടക്കുന്നു. ആ ഘട്ടത്തിൽ വി.ഡി. സതീശൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. അതേ ഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു രാഷ്ട്രീയ സാമുദായിക സംഘടന പിന്തുണയുടെ രാഷ്ട്രീയവും കൂടി ഉടലെടുത്തിരിക്കുന്നു. അത് ആരെ തുണയ്ക്കും, ആരെയാണ് പിന്തുണയ്ക്കുക, ആരെയാണ് തളർത്തുക എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. പക്ഷേ വരും ദിവസങ്ങളിലും ഈ സാമുദായിക നേതാക്കളുടെ പിന്തുണ സംബന്ധിച്ച് സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചർച്ച നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അന്ന നൃപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകിയത്.